missiles were fired by India in the premises we are standing, and the other 2 attacks were carried out after a brief gap, and the whole 4 attacks were carried out in less than 10 minutes. So 4 buildings have been demolished. One is the admin block just behind you, and the mosque behind me, and additionally 2 residences. യെസ്, ഇതാണ് ആര്യ. ആ പ്രതികരണത്തിൽ നമ്മൾ കേട്ടു മോസ്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുക, പാകിസ്ഥാനെ തെറ്റിദ്ധരിപ്പിക്കുക, ഒരു പരിധിവരെയെങ്കിലും ഇന്ത്യയിലെ ജനങ്ങളെയും നമുക്കെല്ലാവർക്കും വിശ്വാസം ഉള്ള ആളുകളാണ്. വിശ്വാസികളല്ലാത്തവരും ഉണ്ടാകാം, വ്യത്യസ്തമായ ജാതി മത വിശ്വാസങ്ങൾ ഉള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ആരാധനാ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ലോകത്ത് എവിടെ തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ആ വിശ്വാസധാരയിലുള്ളവർക്ക് ഒരു പ്രയാസമുണ്ടാകും. അതാണ് അവർ തന്ത്രപരമായി ആക്രമണ സമയത്ത് അവർ ലക്ഷ്യം വെച്ചത് അത് തന്നെയായിരുന്നല്ലോ. മതം ചോദിച്ച് വെടിവെച്ചത് മറ്റൊന്നിനുമല്ലല്ലോ. ഇത്തരത്തിലൊരു ഭിന്നത നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുക, അതുവഴി മുതലെടുപ്പ് നടത്തുക എന്നതായിരുന്നു. പക്ഷെ അത് രാജ്യം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെറുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒരുമിച്ച് ഒറ്റ മനസ്സോടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒടുവിൽ ഇപ്പോൾ KP പറഞ്ഞതുപോലെ തന്നെ വീണ്ടും അതേ തുറുപ്പ് ചീട്ട് തന്നെ ഇറക്കിക്കൊണ്ട് ഈ ഗെയിം കളിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോസ്കിന്റെ മറവിൽ, സർക്കാർ സ്കൂളിന്റെ മറവിൽ, സർക്കാർ ആശുപത്രികളുടെ മറവിലൊക്കെയാണ് ഈ ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതേ പുറമേ നോക്കുമ്പോൾ അത്തരത്തിലുള്ള കെട്ടിടങ്ങളാണ്, പക്ഷെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ആശുപത്രിയായിരുന്നു, സ്കൂളായിരുന്നു, മോസ്ക് ആയിരുന്നു എന്നൊക്കെ ആയിരിക്കാം ഇനി പാകിസ്ഥാൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് അവർ ലോകത്തോട് പറയുന്നത്. അത് തന്നെയാണ് ആ ആക്രമണം ഉണ്ടായ, അതായത് തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. സജിത്ത്, ഇന്നലെയും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കൊടും ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം പുലർത്തിയിരുന്നു. അതിൽ തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എത്രമാത്രം ശക്തമാണ് എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു. ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നുള്ളത്. ആർക്കാണ് ആ സുരക്ഷയുടെ ചുമതല എന്ന് പോലും ഇന്ത്യ കണ്ടെത്തിയിരുന്നു. എവിടേക്കാണ് ഹാഫിസ് സയ്യിദിനെ മാറ്റിയത്? ലാഹോറിലെ ഇടത്തേക്ക്, അവിടെ ജനസഞ്ചയമുള്ള ഒരിടത്തേക്ക്, ജനങ്ങൾക്കിടയിൽ താമസിപ്പിക്കുന്നു, പാർപ്പിക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ പറയുന്നു ജയിലിലാണത്രേ എന്ന്. അപ്പോൾ ആ നിലയിലുള്ള തന്ത്രങ്ങൾ വരെ ഇന്ത്യ തിരിച്ചറിയുന്നുണ്ടോ? ഒരു പക്ഷേ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട തീവ്രവാദികളെ, അവർ പാലൂട്ടി വളർത്തുന്ന തീവ്രവാദികളെ അല്ലെങ്കിൽ ഈ യുവാക്കൾക്ക് പ്രചോദനമൊക്കെ നൽകുന്നവരെ ഒരു പക്ഷേ മാറ്റിയിട്ടുണ്ടാകാം. എങ്കിൽ പോലും ഇവിടം വിജനമായിരുന്നു എന്നൊന്നും അനുമാനിക്കാനാകില്ലല്ലോ സജിത്ത. അതുകൊണ്ട് തന്നെ ഈ കൊല്ലപ്പെട്ടവരുടെ ഒന്നും ദൃശ്യങ്ങൾ അതിൽ കാണുന്നുമില്ല, അതിനെക്കുറിച്ച് പറയുന്നുമില്ല പാകിസ്ഥാൻ. അത് വ്യക്തമാണ്. ഇന്നലെ വെളുപ്പിനെ തന്നെ പുറത്തു വന്ന ചില ദൃശ്യങ്ങൾ, അതായത് ഈ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ, ഈ ബഹവൽപൂരിലുണ്ടായ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ വന്ന ചില പ്രതികരണങ്ങൾ, അവിടെ പ്രദേശവാസികളുടെ പ്രതികരണം വരുന്നു. അവർ ചോദ്യം ചെയ്യുന്നത് സൈന്യം എവിടെ, ഇന്ത്യ ആക്രമണം നടത്തുന്നു, സൈന്യം എവിടെ എന്ന ചോദ്യമാണ്. അതായത് ആ മേഖലയിൽ വലിയ തരത്തിൽ ആൾ താമസിച്ചിരുന്നു എന്ന് മാത്രമല്ല, നമുക്കറിയാം ജെയ്ഷെ ഭീകരരുടെ കുടുംബാംഗങ്ങളടക്കം താമസിച്ചിരുന്ന കെട്ടിടമാണ്. അത് അവർ ഔദ്യോഗികമായി തന്നെ നേരത്തെ സ്ഥിരീകരിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അവിടെ ആണ് നാശനഷ്ടമുണ്ടായത്. അപ്പോൾ 10 പേർ മരണപ്പെട്ടു, തൻ്റെ കുടുംബത്തിലെ 10 പേർ മരണപ്പെട്ടു. ഇത് അസദിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു പ്രസ്താവനയായി ഇന്നലെ പുറത്തു വന്നിരുന്നു. ഒരു പക്ഷേ അത് തന്നെയാണോ? പാകിസ്ഥാൻ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പൂർണ്ണ വിശ്വാസത്തിൽ അത് എടുക്കേണ്ടതിരുന്നില്ല. എന്നിരുന്നാൽ പോലും 14 പേരല്ല മരണപ്പെട്ടത്, 10 പേരാണ് എൻ്റെ കുടുംബത്തിൽ മരണപ്പെട്ടത് എന്ന രീതിയിൽ അസദിൻ്റെതായ ഒരു പ്രസ്താവന ഇന്നലെ പുറത്തു വരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, വലിയ നാശനഷ്ടം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ്, ഒരു കാര്യം കൂടിയുണ്ട്. ഈ CNN ലേഖകൻ, അന്താരാഷ്ട്ര മാധ്യമം CNN ലേഖകൻ പാകിസ്ഥാൻ്റെ ഖാജ ആസിഫിനോട് ഒരു ചോദ്യം ഉന്നയിച്ചു ഇന്നലെ. അതായത് നിങ്ങൾ പറയുന്നു ഇന്ത്യയുടെ 5 ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന്, അതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദ്യം ചോദിച്ചു. ആ തെളിവ് എവിടെയെന്ന ചോദ്യത്തിന് ഖാജ ആസിഫ് നൽകിയ മറുപടിയാണ് രസകരം. അത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ മേഖലയിലാണ് ഉണ്ടായത്. അവിടെ അത് സംബന്ധിച്ച തെളിവുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതിനപ്പുറത്തേക്ക് ഒരു തെളിവുകളും പങ്കുവച്ചില്ല. അതായത് പാകിസ്ഥാൻ ഔദ്യോഗികമായി വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നിരവധി സംവിധാനങ്ങളെ വെടിവെച്ച് തകർക്കാൻ കഴിഞ്ഞു, 5 ഫൈറ്റർ ജെറ്റുകളെ വെടിവെച്ചിട്ടു എന്ന്. പക്ഷേ അതിനൊന്നും തെളിവുകൾ ഇതുവരെ. തീർച്ചയായും സജിത്ത്, ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിരുന്നു. പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയകളിൽ പാകിസ്ഥാൻ വെടിവെച്ചിട്ട ഇന്ത്യയുടെ ജെറ്റുകളുടെ ദൃശ്യങ്ങളൊക്കെ വ്യാപകമായിരുന്നു. അത് പക്ഷേ വീഡിയോ ഗെയിമിൽ നിന്ന് മോഷ്ടിച്ചതും ഗാസയിൽ നിന്ന് മോഷ്ടിച്ചതുമായ ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് ഫാക്ട് ചെക്കേഴ്സ് വളരെ കൃത്യമായി തെളിയിച്ചും കൊടുത്തു. അതെ,
അതാണ് സാഹചര്യം. അതായത് ഈ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യക്ക് നേരിടേണ്ടി വന്ന ഒരു സമാന്തര യുദ്ധം ഒരു സൈബർ യുദ്ധം കൂടിയായിരുന്നു. കാരണം പാകിസ്ഥാന്റെ വ്യാജ പ്രചരണങ്ങളെ തടയിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം തന്നെ ഇതിനുവേണ്ടി നിരന്തരമായി പണിയെടുക്കേണ്ടി വരുന്നുണ്ട്, ഇപ്പോഴും പണിയെടുക്കുന്നുമുണ്ട്. കാരണം അത്തരം വ്യാജ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ് ഇന്നലെ പ്രചരിപ്പിക്കപ്പെട്ട ദൃശ്യം 2024 ഇന്ത്യയിൽ നടന്ന ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് വന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ തെറ്റായി പ്രചരിക്കപ്പെടുന്നു. ഇങ്ങനെ വ്യാപകമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ സർക്കാരിൻ്റെ പേരിൽ തന്നെയുള്ള ചില പ്രസ്താവനകൾ പോലും വ്യാജമായി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പോലും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയതിന് സാഹചര്യവും അത്തരം തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്നതുകൂടി ഓർക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള പാകിസ്ഥാൻ പ്രകോപനം ഈ മേഖലയിൽ ഉണ്ടാവുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അഭിലാഷ്, ഈ നമ്മൾ അതിർത്തിയിലെ സംഘർഷ മേഖല, അതായത് പാകിസ്ഥാന്റെ തിരിച്ചടി, അവർ ഇന്ത്യ നൽകിയ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന രീതിയിൽ അവർ നടത്തുന്നത് സാധാരണ സിവിലിയൻ അറ്റാക്കിനാണ് ശ്രമിക്കുന്നത്. അത് ഗുരുദ്വാരകൾക്ക് നേരെയുള്ള ആക്രമണം കൂടിയായി ചില മേഖലകളിൽ മാറുന്നുണ്ടോ എന്നതാണ്. പഞ്ചാബിൻ്റെ ചില ഗുരുദ്വാരകളിൽ ആ തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെ അല്പസമയം മുമ്പ് ചില സ്ഥിരീകരണങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ ഗുരുദ്വാരകൾ സാധാരണക്കാരെ ആക്രമിക്കുക എന്ന രീതിയിലാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗരൂകമായിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകളെ പിൻവലിച്ച് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാൻ നമ്മളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും ആ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയിലെ അപേക്ഷിച്ച് ഇന്നലെ ഒക്കെ അതിർത്തിയിൽ ഷെല്ലിംഗ്, പാകിസ്ഥാന്റെ ഷെല്ലിംഗ് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന ചില അനൗദ്യോഗിക റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതീവ ജാഗ്രതയിലാണ് അതിർത്തി മേഖല. രാജ്യം എന്തായാലും അതീവ ജാഗ്രതയിൽ. ആര്യ, ഇതുപോലുള്ള ദൃശ്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അതിനെ അഭിമാനമെന്നോ നേട്ടമെന്നോ ഒന്നും പറയാൻ സാധാരണ നിലയിൽ നമുക്ക് മടിയുണ്ട്. കാരണം മരണപ്പെടുന്നത് കൊല്ലപ്പെടുന്നതൊക്കെ സാധാരണക്കാരായ ആളുകളൊക്കെ ആണല്ലോ എന്ന് നമുക്കും വേദന തോന്നാറുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തകർക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തുന്ന കേന്ദ്രങ്ങൾ ആണത്. ആ കേന്ദ്രങ്ങളിൽ ആണ് ഇന്ത്യൻ സൈന്യം എങ്ങനെ പ്രഹരമേൽപ്പിക്കാം, അതായത് നമ്മുടെ ബലഹീനതയല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്. അതായത് ഈ പ്രകോപനം തുടർച്ചയാണ്. ഇന്ത്യയിലെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന നുഴഞ്ഞുകയറ്റങ്ങൾ തുടർച്ചയാണ്. അപ്പോഴൊന്നും അവിടെ കയറി അടിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. ഇതെടുത്തു പറയേണ്ടത് ഇതൊക്കെ പാകിസ്ഥാന്റെ, അതായത് പാക് അധിനിവേശ കശ്മീരിന്റെ ഭാഗമല്ല. ഈ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. പാകിസ്ഥാനിലാണ്, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ അതിർത്തി കടന്ന് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ ഉള്ള കടന്നുകയറ്റമാണ്. അതിന് അങ്ങനെ കടന്നു കയറാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനെ ആക്രമിച്ചേ മതിയാകൂ എന്ന സാഹചര്യമാണ്. അതെ അതെ. മാത്രമല്ല, നേരത്തെ KP അഭിലാഷും TG സജിത്തും സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിന് മുന്നിൽ ഇത്തരത്തിൽ പല തരത്തിലുള്ള കള്ളപ്രചാരണങ്ങളുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തമായ ചിത്രങ്ങളും തെളിവുകളും നമുക്ക് മുന്നോട്ട് വെച്ചേ മതിയാകൂ. ഇന്ന് സർവകക്ഷി യോഗമുണ്ട്. ഒരു പക്ഷേ നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ആരൊക്കെ കൊല്ലപ്പെട്ടു, എത്ര പേർ കൊല്ലപ്പെട്ടു, ഏത് തരത്തിലായിരുന്നു ആക്രമണം എന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗിക ബ്രീഫിംഗ് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഇന്നത്തെ ഒരു സർവകക്ഷി യോഗത്തിന് ശേഷം അതിന് ഉള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ സർവകക്ഷി യോഗത്തിൽ മറ്റുള്ള കക്ഷികളോട് ഇത് ബ്രീഫ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടോ KP? എനിക്ക് തോന്നുന്നു, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഈ പാകിസ്ഥാനെ പോലെ നമ്മളൊരു വീരവാദം പറയുക എന്നതിനപ്പുറത്ത് നമുക്ക് ആവശ്യം എന്താണ്? അതായത് ഇന്ത്യയിലേക്കുള്ള തീവ്രവാദ കേന്ദ്ര റിക്രൂട്ട്മെന്റുകൾ കുറയ്ക്കുക, കശ്മീരിനെ ഏറ്റവും സുരക്ഷിതമാക്കുക. അതൊരു പരിധിവരെ നമ്മൾ നേടിയതാണ്. അതിലാണ് ഇപ്പോൾ ഈ പ്രശ്നം സൃഷ്ടിക്കുന്നത്. അതായത് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം വേണ്ട 2.5 കോടിയോളം ആളുകൾ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നു. അവിടെ വിഘടനവാദികളെ സൃഷ്ടിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല. യുവാക്കൾക്ക് താല്പര്യമില്ല. ഇപ്പോൾ ആദിൽ എന്ന ആ യുവാവ് നമ്മുടെ അഭിമാനമായി മാറുന്നു. അതായത് ജമ്മു കാശ്മീരിൽ തീവ്രവാദികൾ വെടിയുതിർക്കുമ്പോൾ ആ തോക്ക് വാങ്ങിക്കാൻ ശ്രമിച്ച ഒരു കശ്മീരി യുവാവിനെ കുറിച്ച് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ സാധിക്കില്ല. അങ്ങനെ മരണപ്പെട്ട ആദിലിന്റെ പിതാവിന്റെ പ്രതികരണം ഇന്നലെ നമ്മൾ കേൾക്കുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് അഭിമാനമുണ്ട് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ എന്ന് പറയുന്ന ആ തരത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യക്ക് ആവശ്യം അതാണ്.